ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ മുട്ടയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് പൊട്ടറ്റോ വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു മയണൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കൂലേ, അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ അല്പം സ്റ്റാർച്ച് ഒന്ന് പോയി കിട്ടും. അപ്പോൾ എന്നിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം സാധാരണ നമ്മൾ പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം മൂപ്പിച്ച് കോരണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് 2 ബാച്ചായിട്ട് എല്ലാ പൊട്ടറ്റോസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത പൊട്ടറ്റോസ് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ അല്പം ചെറുനാരങ്ങ നീരും വെളുത്തുള്ളിയും കൂടി വേണം. അപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി തന്നെ യൂസ് ചെയ്യാം. ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്ത പൊട്ടറ്റോസൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതാണെങ്കിൽ 4-5 എടുക്കാം, പിന്നെ അല്ലെങ്കിൽ വെളുത്തുള്ളി കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് അല്പം പഞ്ചസാരയും അല്പം ഉപ്പും പിന്നെ അരച്ച് കിട്ടാനായിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുട്ടയൊന്നും ചേർക്കാതെ തന്നെ അതുപോലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് അടിപൊളി മയണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സ്നാക്സിലേക്കൊക്കെ ചേർക്കാൻ പറ്റിയ ചില്ലി മയണൈസും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതേ ജാറ് തന്നെയാണ്, കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്ക് പൊട്ടറ്റോയും അല്പം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ റെഡ് ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, കാശ്മീരി റെഡ് ചില്ലി. അതിലേക്ക് അല്പം പാലും നേരത്തെ ചേർത്തതുപോലെ തന്നെ അല്പം നാരങ്ങാ നീരും കൂടി ചേർക്കണം. നാരങ്ങാ നീര് ഒട്ടും തന്നെ കൂടരുത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചില്ലി മയണൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്സൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും സ്നാക്സിൻ്റെ ഫില്ലിങ്ങിലൊക്കെ ചേർക്കാനും പറ്റിയ അടിപൊളി മയണൈസാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.